അയ്യപ്പനും മണികണ്ഠനും ഒന്നാണോ അതോ രണ്ടാളും വേറെ വേറെയാണോ എന്ന് നോക്കാം. സ്കിപ്പ് ചെയ്യാതെ കേൾക്കാൻ ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ പൂർണ്ണമായും മനസ്സിലാവൂ. അയ്യപ്പൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിവരുന്നത് പന്തളത്തെ കൊട്ടാരവും കടുവപ്പുറത്ത് പാലുകൊണ്ടുവരുന്ന രാജകുമാരന്റെ ചിത്രവുമാണ്. ഇതാണ് നമ്മൾ കാലാകാലങ്ങളായി കേട്ട് വിശ്വസിച്ചു പോരുന്ന കഥ. എന്നാൽ ഈ ശബരിമലയുടെ കാര്യത്തിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട്. അതായത്, നമ്മൾ വിശ്വസിക്കുന്നത് പോലെ അയ്യപ്പനും മണികണ്ഠനും ഒരാളല്ല. സത്യത്തിൽ അവർ രണ്ട് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന രണ്ട് വ്യക്തികളാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഒന്നാമതായി അയ്യപ്പൻ. ഇദ്ദേഹം കൊട്ടാരത്തിലോ രാജകുടുംബത്തിലോ ജനിച്ച വ്യക്തിയായിരുന്നില്ല. പണ്ടുകാലത്ത് ഈ ശബരിമല കാടുകളിലും മലകളിലുമൊക്കെ ജീവിച്ചിരുന്ന പ്രകൃതിയുടെ ഭാഗമായിരുന്ന ഒരു ആദിവാസി യുവാവാണ് അയ്യപ്പൻ. കാട്ടിലെ മനുഷ്യർക്ക് അവരുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും പങ്കുവയ്ക്കാനും സംരക്ഷണത്തിനുമായി ഒരു ദൈവത്തെ വേണമല്ലോ. അങ്ങനെ കാടിന്റെ നിയമങ്ങളും ആചാരങ്ങളുമായി ചേർന്ന് ആദിവാസി സമൂഹത്തിന്റെ ആരാധ്യപുരുഷനും ദൈവവുമായി മാറിയ ആളാണ് അയ്യപ്പൻ. പുലിപ്പാൽ തേടിയുള്ള യാത്രയോ വാവരുമായിട്ടുള്ള സൗഹൃദമോ ഒന്നും ഈ അയ്യപ്പന് ബാധകമല്ല. കാടും പ്രകൃതിയുമാണ് അദ്ദേഹത്തിന്റെ ലോകം. ഈ അയ്യപ്പന്റെ കഥ നടന്നതിന് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് നമ്മൾ കേട്ടുപരിചയിച്ച കഥയിലെ മണികണ്ഠൻ വരുന്നത്. പന്തളം രാജാവ് എടുത്തു വളർത്തിയ രാജകുമാരനാണ് മണികണ്ഠൻ. ഇദ്ദേഹം ജനിക്കുമ്പോഴേക്കും കാട്ടിലെ ആദിവാസികൾ അവരുടെ ദൈവമായ അയ്യപ്പനെ ആരാധിച്ചു തുടങ്ങിയിരുന്നു. അതുകൊണ്ടുതന്നെ ഈ രണ്ട് വ്യക്തികളും തമ്മിൽ കണ്ടുമുട്ടാനോ സംസാരിക്കാനോ സാധ്യതയില്ല. ഇവർ ജീവിച്ചിരുന്നത് രണ്ട് കാലഘട്ടങ്ങളിലാണ്. നമ്മൾ വർഷാവർഷം ആഘോഷിക്കുന്ന മകരവിളക്ക് പോലും ഈ കാട്ടിലെ ദൈവമായ അയ്യപ്പനു വേണ്ടി ആദിവാസികൾ പണ്ടുമുതൽക്കേ കാടിന്റെ മലമുകളിൽ തീ തെളിയിച്ചിരുന്നതിന്റെ തുടർച്ചയാണ് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ മണികണ്ഠന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സുഹൃത്തായ വാവർ അയ്യപ്പന്റെ കാലത്തുണ്ടായിരുന്നില്ല. മണികണ്ഠന്റെ കഥയിലാണ് വാവർ ഒരു മുസ്ലിം സുഹൃത്തായി കടന്നുവരുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ആദ്യം കാടിന്റെ ദൈവമായ അയ്യപ്പൻ ഉണ്ടായിരുന്നു. പിന്നീട് വന്ന മണികണ്ഠൻ എന്ന രാജകുമാരന്റെ വീരകഥകളും ഐതിഹ്യങ്ങളും പതിയെ ഈ അയ്യപ്പന്റെ കഥയിലേക്ക് ലയിച്ചു ചേർന്നു. അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് ശബരിമലയുടെ കഥ മാറിയത് എന്നാണ് ഈ കാഴ്ചപ്പാടുകാർ വാദിക്കുന്നത്. ഇതൊരു സാധാരണക്കാരൻ കേൾക്കുന്നതും ചിന്തിക്കുന്നതുമായ ഒരു രഹസ്യം പോലെ കരുതാവുന്നതാണ്. ഡാൻഡി ഭായ് മലയാളം ആൻഡ് 90.5 FM.